വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഫോർ ദി ഗോർജിയസ് ലേഡീസ് ഔട്ട് ദെയർ നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഷോറൂമാണിത്. അപ്പൊ ഇവിടെ വെഡിങ് മാത്രമല്ല, നമുക്ക് കാഷ്വൽ വെയർസ് ഉണ്ട്. ദർ ആർ സോ മെനി ഡിഫറെന്റ് സാരീസ്. അങ്ങനെ ഒത്തിരി ഒരു കമ്പനീയ ശേഖരമല്ല വേണമെങ്കിൽ പറയാം ഫോർ ഓൾ ദി ബ്യൂട്ടിഫുൾ ലേഡീസ് ഓവർ ഹിയർ. സോ ഡെഫിനറ്റ്ലി ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇന്ന് നടക്കാൻ പോകുന്ന ഇവന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഓണം ഈസ് എ വെരി ഇമ്പോർട്ടന്റ് സെലിബ്രേഷൻ ഫോർ ഒരു ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽ ആണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ഓണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് വരുന്നത്? ഫസ്റ്റ് ഒന്ന് തിരിച്ചേർ ചോദിക്കാം കേട്ടോ. ഓണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓടി വരുന്ന കാര്യം എന്താണ്? സദ്യ. സദ്യ. നമുക്ക് ഫുഡ് വിട്ടുള്ള കളിയൊന്നുമില്ല. വാട്ട് അബൌട്ട് ദി അതേഴ്സ്? എല്ലാ ടീം മെമ്പേഴ്സ് എല്ലാം ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ടും സുന്ദരന്മാരായിട്ടും ഒക്കെ ഇവിടെ നിൽക്കുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താണ്? നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ദിൽഷ പറഞ്ഞു സദ്യയാണ് കേട്ടോ. ഓണക്കോടി. ഈ സയൻസിലെ ആൾക്കാരെല്ലാരും പറയുന്നത് ഓണക്കോടി ആയിരിക്കും അല്ലെ. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ടി ഈ പ്രാവശ്യത്തെ ഓണക്കോടി കുറച്ചും കൂടി സ്പെഷ്യൽ ആക്കാനായിട്ട് നുഹ മാമും അതുപോലെ ഈ ടീം മെമ്പേഴ്സും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഇപ്പൊ ഇറക്കാൻ പോവുകയാണ് അല്ലെ. ഒരു വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഇറക്കാൻ പോകുന്നത്. സോ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് മൊത്തം 3 സെക്ഷനാണ് ഇവിടെ ഈ ഒരു കളക്ഷൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ഓണം ഭാഗ്യം കളക്ഷൻസ്. അത് സ്പെഷ്യലി ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നുഹ മാം തന്നെ നമ്മളോട് പിന്നീട് പറയുന്നതായിരിക്കും. അത് കൂടാണ്ട് നമുക്കറിയാം ഓരോ സ്റ്റേറ്റ്സിലും ഓരോ ടൈപ്പ് ഓഫ് സാരീസ് ഉണ്ട് അല്ലെ. കാഞ്ചീപുരം സാരീസ് ഉണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഡിഫറെന്റ് സാരീസ് ഉണ്ട്. അങ്ങനെ നമുക്ക് പക്ഷെ എല്ലാ സ്റ്റേറ്റ്സിലും പോയി പർച്ചേസ് ചെയ്തതിനേക്കാളും ഒറ്റ കുടക്കീഴിൽ എല്ലാ സ്റ്റേറ്റ്സിലെയും ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സാരീസ് കിട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലെ. യെസ്, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നമ്മൾ ഇവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത്. വി ഹാവ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സാരീസ് ഫ്രം ഓൾ അറൌണ്ട് ദി സ്റ്റേറ്റ്സ് ഹിയർ ഇൻ ഇന്ത്യ. അതോടൊപ്പം തന്നെ വെഡിങ് കളക്ഷൻസ്. വെഡിങ്ങിന് ഓരോ ബ്രൈഡിനും ദേ ഫീൽ ലൈക്ക് ദേ ഹാവ് ടു ബി വെരി സ്പെഷ്യൽ. പല പല കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാ ബ്രൈഡിനും വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് കളക്ഷൻസ് ആണ് ഇവിടെ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഐശ്വര്യമായിട്ട് നമുക്ക് ഈ ഒരു ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം എ വെരി ഫ്യൂ സ്പെഷ്യൽ പീപ്പിൾ ഓൺ ടു ദ സ്റ്റേജ്. ആദ്യം തന്നെ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദിൽഷ ആസ് വെൽ ആസ് നുഹ മാം ടു പ്ലീസ് ജോയിൻ us. അതോടൊപ്പം തന്നെ can we please have Mr. Sajeev Jamal on stage. And our first strong team member. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ may welcome Mr. Shihaz to please join us on stage. Mr. Ismail. ഇവരൊക്കെ നമ്മുടെ സ്ട്രോങ് ടീം മെമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അവര് വരുമ്പോൾ നല്ലൊരു കൈഡിയൊക്കെ നൽകണം എല്ലാവരും കൂടി ചേർന്ന്. Alright, and can we please have Mr. Tariq on stage. അതോടൊപ്പം തന്നെ may welcome Mr. Shehan to please join us on stage. Can we please have Mr. Afas? All right, so definitely, ladies and gentlemen, our team members ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. So Alright, so ladies and gentlemen, before we proceed with the lamp lighting ceremony, നമുക്ക് ഒരു സ്പെഷ്യൽ പേഴ്സണെ കൂടി വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ പറഞ്ഞ നമ്മുടെ ദിൽഷയുടെ ലുക്ക് ആണോ, കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. മീൻസ് എല്ലാ കാര്യങ്ങളും, ആ ഫ്ലവർ ആണെങ്കിലും ഓർണമെന്റ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്റ്റൈൽ ചെയ്ത ഒരാൾ ഇവിടെ ഉണ്ട്. Can we please have Mr. Ashik? But seriously, I have to say, ദിൽഷേനെ നമ്മൾ പല പല ഡിഫറെന്റ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസിൽ, ഗൗണിലും പിന്നെ അങ്ങനെ കുറെ സാരീസിൽ തന്നെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ലുക്ക് ശരിക്കും ഡിഫറെന്റ് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ഒരു യുണീക്ക് ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സോ നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്തായാലും ഒട്ടും സമയം കളയേണ്ട നമ്മുടെ ലാമ്പ് ലൈറ്റിംഗിലേക്ക് നമ്മൾ കിടക്കാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ദിൽഷനെയാണ് ഫസ്റ്റ് ഈ ഒരു തിരി ലൈറ്റ് ചെയ്യാനായിട്ട് വെൽക്കം ചെയ്യുന്നത്.
ഓൾറൈറ്റ്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും കൂടി ചേർന്ന് ഐശ്വര്യമായിട്ട് ഈ ഒരു ലാംപ് ലൈറ്റിംഗ് സെറമണി ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ജെന്റിൽമെൻ. യു മേ പ്ലീസ് ഗോ ബാക്ക്. നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് എടുക്കാണ്. താങ്ക് യു സോ മച്ച്. Alright, so ladies and gentlemen, are we all ready to unveil a new collections? പുതിയ നമ്മുടെ ഇഹയിലെ ഈ ഒരു കളക്ഷൻസ് ഒക്കെ അൺവീൽ ചെയ്യാനും അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണോ? ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ നല്ലൊരു കൈഡ് നൽകിയെന്ന് അറിയിക്കാമോ? Alright, ഓൾറെഡി ഇവർക്ക് അറിയാമായിരിക്കും അല്ലെ നമ്മുടെ കളക്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആണ് അറിയാനായിട്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഇവിടെ എക്സൈറ്റഡ് ആണ്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ദിൽഷ ഈസ് ഓൾസോ വെരി എക്സൈറ്റഡ് ഓവർ ഹിയർ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വിതൗട്ട് എനി ഫർദർ ഡിലേ നമ്മുടെ ഇഹയിലെ ഓണത്തിന്റെ പുതിയ കളക്ഷൻസും അതുപോലെ ബാക്കി കളക്ഷൻസിന്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കാനായിട്ട് ദി ക്യാപ്റ്റൻ ഓഫ് അവർ ഷിപ്പ് ദി ബ്യൂട്ടിഫുൾ ലേഡീസ് ഹിയർ അഡീഡസ് നുഹ മാം, ഓവർ ടു യു. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഓണം കളക്ഷൻ നമ്മൾ ഭാഗ്യം എന്നുള്ള നെയിമിൽ ആദ്യം തന്നെ ലോഞ്ച് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു 2 മാസം മുന്നേ തന്നെ നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഇപ്രാവശ്യം ഇപ്രാവശ്യം കാഞ്ചീറ ഇൻസ്പയർഡ് ആയിട്ടുള്ള വീവുകൾ ഒരു സിൽക്ക് ബേസ് ഫാബ്രിക്കിൽ എല്ലാ വർഷത്തെക്കാളും വ്യത്യാസമായിട്ടുള്ള ഒരു കളക്ഷനാണ് ഇപ്രാവശ്യം ലോഞ്ച് ചെയ്തത്. സോ അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഓൺലൈനിലാണെങ്കിലും നമ്മളുടെ കൗണ്ടർ സെയിലാണെങ്കിലും എല്ലാ വർഷത്തെക്കാളും റെക്കോർഡ് സെയിലാണ് നമ്മൾക്ക് അതിൽ വന്നത്. ഞാനിപ്പോ ഈ ഒരു വെഡിങ് സീസണിൽ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്ന സമയത്താണ് ഇപ്പൊ ഞാൻ നോക്കുമ്പോ നമ്മൾക്ക് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് നിന്ന് വരെ കസ്റ്റമേഴ്സ് ഡെയിലി ഇപ്പൊ നമ്മളുടെ സ്റ്റാഫുകൾക്ക് അറിയാൻ പറ്റും എവിടുന്നൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന്. ഇപ്പൊ ആലപ്പുഴ ആണെങ്കിലും നമുക്ക് ആലപ്പുഴയിൽ ഉള്ള കസ്റ്റമർ വളരെ ലിമിറ്റഡ് ആണ്. എല്ലാം പുറത്തുനിന്ന് വരുന്നത്. അത് മെയിൻലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് വെഡിങ് ആണ്. സോ ഇഹയിൽ എല്ലാവരും വരുന്നത് സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എടുത്താൽ മതി എന്നല്ല, ഭയങ്കര സ്പെഷ്യൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഞാൻ ഇന്ത്യ മുഴുവൻ അങ്ങ് ട്രാവൽ ചെയ്തിട്ട് അങ്ങ് പാതാളത്തിൽ നിന്ന് വരെ കുറെ സാരിയും കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് കസ്റ്റമേഴ്സിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ അത് ഞാൻ വിചാരിച്ചു എന്റെ ഒരു 12 ഇയർ എക്സ്പീരിയൻസിൽ ഇത്രയും പീക്ക് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഒറ്റ ടൈമിൽ ഞാൻ ഇതുവരെ എന്റെ ഓപ്പണിംഗ് ടൈമിൽ പോലും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഇങ്ങനെ ഒരു ഇവന്റ് ആയിട്ട് ചെയ്ത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് എക്സൈറ്റഡ് ആട്ടോ. ഒരുപാട് കോൾസും എൻക്വയറീസും ഒക്കെയാണ് നമുക്ക് ഡെയിലി വരുന്നത് എന്താ സ്പെഷ്യൽ എന്നുള്ളത്. അപ്പോൾ സാരി ഫെസ്റ്റ്, അതായത് മെയിൻലി സാരി ഫ്ലോറിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സാരി ഫെസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ബഡ്ജറ്റ് ഓണം എന്നുള്ള സ്പെഷ്യൽ കൗണ്ടേഴ്സ്, അത് നല്ല റേഞ്ചിലുള്ള പ്രോഡക്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ ലെഹങ്ക ഫെസ്റ്റ്. ഇപ്പോ സെലിബ്രിറ്റി ഇൻസ്പയർഡ് ലെഹങ്കാസ് ആണെങ്കിലും ഗൗൺസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു ഓഫേഴ്സ് പോലെ കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒക്കെ നമ്മൾ വെഡിങ് പർച്ചേസ് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 30 വരെയാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഒരുപാട് സപ്പോർട്ടാണ് എൻ്റെ ഓൺലൈൻ കസ്റ്റമേഴ്സും ഇതുപോലെ തന്നെ ഷോപ്പിൽ വരുന്ന ഫിസിക്കൽ സ്റ്റോറിലുള്ള കസ്റ്റമേഴ്സും തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. സോ ഡെഫിനറ്റ്ലി വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള കളക്ഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ നുഹ മാം ഇവിടെ പറഞ്ഞത്. അപ്പൊ അതിലും നമ്മൾ എക്സൈറ്റഡ് ആണ് ടു സീ ദി കളക്ഷൻസ് അല്ലെ, ടു എക്സ്പ്ലോർ ദി കളക്ഷൻസ് ഓവർ ഹിയർ. അത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടാവും. ബട്ട് നൗ നമ്മളെല്ലാവരും കാത്തിരുന്ന അഡീഡസ് ദിൽഷ ഇസ് ഹിയർ. വാട്ട് വുഡ് യു ലൈക്ക് ടു സേ ടു അഡീഡസ് പീപ്പിൾ ഓവർ ഹിയർ? എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. പിന്നെ ഈ ഹാർഡ് ഡിസൈൻസിലെ ഈ ഭാഗ്യം ഓണത്തിൽ എനിക്കും ഒരു പാർട്ടാവാൻ പറ്റിയത് ഐ എം റിയലി 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 ഹാപ്പി. പിന്നെ ഞാൻ ഇതിനു മുൻപേ ചേച്ചി എനിക്കൊരു സാരി, എനിക്ക് ജീപ്പ് ചേട്ടൻ്റെ മാരേജിന് ഞാൻ ഒരു സാരി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ആ സാരി ഉടുത്തതിന് ശേഷം എനിക്ക് പേഴ്സണലി കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഈ സാരി എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട്. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ സാരി, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി ഇങ്ങനൊരു ഞാൻ ഇത് സീസണിൽ പറഞ്ഞതാണ്, ഞാൻ ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് നല്ല ഭംഗിയുള്ള, ഞാനൊരു സാരി ലവറാണ്, അതുകൊണ്ട് തന്നെ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കി ഒരുപാട് ഭംഗിയുള്ള സാരികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
ഇന്നും ഐ വാസ് വെരി എക്സൈറ്റഡ്. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും ഉടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഒട്ടും ഡിസപ്പോയിന്റഡ് ആയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ സാരിയും അതെന്നെ സ്റ്റൈൽ ചെയ്തതും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഈ ഭാഗ്യം പൊണ്ണ ശരിക്കും ഒരു ഭാഗ്യമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു, എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. സോ വൺസ് അഗൈൻ അഡ്വാൻസ് ഹാപ്പി ഓണം എവരിവൺ. അപ്പൊ അതേപോലെ തന്നെ ഇന്നിപ്പോ ദിൽഷയെ സ്റ്റൈൽ ചെയ്ത ഒരാളെ കൂടെ ഞാൻ കാണിക്കാം. അതായത് ദിൽഷേനെ ഒരു ഡിഫറെന്റ് ലുക്കിൽ വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ ദിൽഷയെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആഷി അത് ഭയങ്കര നന്നായിട്ട് ചെയ്തു തന്ന്. ആഷിക്ക് ഒരു സ്റ്റൈലിസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. സോ ഭയങ്കര നന്നായിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഒരു സബ്യാസാച്ചി ലുക്കിലേക്ക് ദിൽഷയെ കൊണ്ടുവന്നു. അപ്പം എന്താ പറയാ, പറഞ്ഞു വന്ന ഇത്രയാണ്. വെഡിങ്ങിന് നമ്മൾ എന്ത് ഡ്രസ്സ് എടുത്താലും എന്ത് ടൈപ്പ് ഓഫ് മേക്കപ്പ് ചെയ്താലും ഒക്കെ സ്റ്റൈലിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് അത് കുറച്ച് ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇവരെ പോലെ ന്യൂജൻ ആയിട്ടുള്ള ഡിസൈനേഴ്സ് ആൻഡ് സ്റ്റൈലിസ്റ്റ് ആണ് ഈ കേരളത്തിന്റെ. അപ്പൊ ആഷിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ദിൽഷയ്ക്ക് കൊടുത്തേക്കെന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കൈൻഡ് ഓഫ്, അതായത് നോർമലി നമ്മൾ ഈ ബ്ലാക്ക് സാരി എന്ന് പറയുമ്പോൾ എല്ലാവരും, അതായത് ഒരു ബ്രൈഡ് എപ്പോഴും ചൂസ് ചെയ്യാൻ മടിക്കുന്ന ഒരു കളറാണ്. ആ ഒരു കളർ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. കാരണം അതാവുമ്പോൾ ഒരു വരുന്ന ഒരു ബ്രൈഡ്സിനൊക്കെ ഒരു എന്താ പറയുക പ്രചോദനമായിരിക്കും ആ ഒരു കളർ, ഒരു ബ്ലാക്ക് വെയർ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പെട്ടെന്ന് പറ്റും. ഓക്കെ. All right, thank you so much. So before we move on with the next program, just one question to Dilsha. ദിൽഷയ്ക്ക് കുറെ പ്രോഗ്രാംസിലൊക്കെ പോകാറുണ്ട്. പക്ഷെ ഡ്രസ്സ് വെയർ ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. മീൻസ് കാഷ്വൽ വെയർ എന്ന രീതിയിലല്ല, നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ദിൽഷയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉടുക്കാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താണ്? എനിക്ക് സത്യത്തിൽ സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും സാരി ഉടുക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് പേഴ്സണലി ഉടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം സാരിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ദിൽഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, ബിഗ് ബോസ് ഫെയിം ആണ്, ബിഗ് ബോസ് വിന്നർ ആണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാലമുണ്ട് അല്ലെ, നമ്മുടെ D4 ഡാൻസിലെ കാലം. D4 ഡാൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഡാൻസ് ഏതൊരു ഇനോഗ്രേഷൻ പോകുമ്പോഴും, സോറി എന്നെ ഇരിക്കരുത് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം അതെ നമ്മൾ ഡാൻസ് ചെയ്തായിരുന്നു. അപ്പൊ ഏതൊരു ഇനോഗ്രേഷന് പോകുമ്പോഴും ദിൽഷ എന്നൊരാൾ അവിടെ വന്നെങ്കിൽ ഡാൻസ് അവിടെ ഷുവർ ആണ് എന്നുള്ളൊരു, അല്ല അങ്ങനെയല്ല, ഉറപ്പിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. പക്ഷെ എല്ലാ പ്രാവശ്യം നമുക്ക് ഡാൻസ് ചെയ്യുമ്പോഴേക്കും ദിൽഷയ്ക്കും അത് മീൻസ് അങ്ങനെയല്ല. അപ്പൊ ഈ ഒരു പ്രാവശ്യം കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, കാരണം ദിൽഷ കാണാനും യുണീക്ക് ആയിട്ട് കുറച്ച് ഡിഫറെന്റ് അറ്റയറിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഡാൻസ് കുറച്ച് ഡിഫറെന്റ് ആക്കാം. നമ്മുടെ ഇഹാ ടീം മെമ്പേഴ്സ് ഒക്കെ ഇവിടെ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ലേഡീസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. ജെന്റ്സ് ഡെഫിനറ്റ്ലി സ്മാർട്ട് ആണ്, ഹാൻഡ്സം ആണ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മള് ഇവിടെ കൂടുതലും ലേഡീസ് എന്ന ഡ്രസ് വെയർ, അപ്പൊ ലേഡീസ് കാറ്റഗറി ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ ദി ലേഡീസ് ഓവർ ഹിയർ പുലിക്കുട്ടികളാണ്, ആണോ? ആ എസിന് കുറച്ചും കൂടി ഒരു എനർജി. ഓക്കെ, അപ്പൊ ഇവര് എല്ലാവരും ഡാൻസ് ചെയ്യാനായിട്ട് ഇവിടെ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദിൽഷ ജസ്റ്റ് ഒരു ഫ്രണ്ടിൽ ഒന്ന് ലീഡ് ചെയ്ത, ജസ്റ്റ് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ബിക്കോസ് ഐ നോ ദിസ് സാരി ഡിഫിക്കൽട്ട് ആയിരിക്കും അറിയാം, ഒരുപാട് സ്റ്റെപ്പ് വേണ്ട. ബട്ട് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കുറച്ച് സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവര് റെഡിയാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അവരെല്ലാരും ഒന്ന് ഫ്രണ്ടിലേക്ക് വരാമോ? എല്ലാരും ഒന്ന് ഫ്രണ്ടിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. Yes, about all the beautiful ladies out here from Iha Designs, can we please have you over here? എല്ലാരും വേണോട്ടോ, എല്ലാരും ജസ്റ്റ് ഒരു ബാക്കിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ everyone over here. എല്ലാരും വേണോട്ടോ, നമുക്ക് ഒന്നോ രണ്ടോ പേര് മാത്രമല്ല, ഇഹയിലെ എല്ലാ ടീം മെമ്പേഴ്സും ജസ്റ്റ് ഒന്ന് ബാക്കിൽ വന്നാൽ മതി കേട്ടോ. എല്ലാവരും എവ്രിവൺ പ്ലീസ് ജോയിൻ us, come on. ആരും ഇവിടെ നിൽക്കരുത് കേട്ടോ. ഇപ്പൊ അവിടെ സെയിലൊന്നും ഇല്ലല്ലോ. ഇപ്പൊ തൽക്കാലം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തേക്കല്ല. വന്നോളൂ പ്ലീസ്, come on. ഇവിടെ സുന്ദരികളായിട്ടുള്ള റോസപ്പൂ ഒക്കെ ഷൂട്ട് എവിടെ ഒരാളുണ്ടല്ലോ, വരൂ എല്ലാവരും ബാക്കിലേക്ക് കേട്ടോ.
അപ്പൊ നമുക്കിപ്പോ ശരിക്കും ഇൻസ്റ്റയില് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട്, ഒരുപാട് ട്രെൻഡിങ് സോങ്സ് ഉണ്ട്. പക്ഷെ ശരിക്കും ദിൽഷയ്ക്ക് പറ്റിയ ഒരു സോങ് ആണ് നമ്മളിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. വേറെ പാട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജസ്റ്റ് അതിനൊരു ചുവട് വെക്കാം, പറ്റുന്ന രീതിയിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ആ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉറക്കെ എല്ലാവരും ചേർന്ന് ഒരു യെസ് പറയാമോ? All right. So can we please have the music? Alright. Thank you so much, because we know how difficult it is to wear a sari. അപ്പൊ ഡാൻസ് അതിന് സാരിയിൽ അങ്ങ് ഡാൻസ് ചെയ്യാന്നുള്ളത് അതിലും ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ സൂപ്പർ ആയിട്ട് നമ്മളെ ലീഡ് ചെയ്തു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇഷ്ടമായോ ഡാൻസ്? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അടിപൊളി കയ്യിൽ നൽകാമോ? Not just for Dilsha, for all the team members over here. അവരും അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. സോ ladies and gentlemen, definitely നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് we are about to explore it over here. അപ്പോൾ Nuha ma'am, before we wind up, എന്തെങ്കിലും പറയാനുണ്ടോ ലാസ്റ്റ്? ഇല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് once again, ladies and gentlemen, for joining us over here. അപ്പോൾ ഈ ഓണം നിങ്ങളുടെ കൂടെ അല്ലേ? സെറ്റ് ആണോ? ഹാപ്പി ആണോ? Yes, definitely. Thank you so much for all the support over here. Let us go and explore the rest of the collections over here. Once again, a big thanks to Dilsha for being a part of this event. Appo ini namakku sarees and collections okke kaanam alle. Okay, thank you so much and a very happy Onam in advance to the entire Iha family members over here and to everyone over here. Thank you so much. This is me, Pratibha Kamath, signing off. Have a great day. Thank you.
ഇവിടെ നല്ല ലൈറ്റ്. ഒരു സ്ഥലത്ത് കിടാ എപ്പോഴാ പറഞ്ഞോടാ. വൈഫൈ ഞാൻ കണക്ട് ചെയ്ത് നോക്കി. മൊബൈൽ ഡേറ്റ ഇത്ര വലിയ നോ ഐഷു നോ. ആദ്യം പോയി ഒരു മിനിറ്റ് ഞങ്ങൾ അങ്ങോട്ട് കടന്നോട്ടെ. ഉദ്ദേശിച്ചത് കൂടുതൽ ഇഷ്ടം കടത്തറിയിക്കണ അല്ല ലിസ്റ്റിൽ വരുന്നേ. അത് ലൈവാ. എന്റെ ഫോൺ എടുക്കും. നിന്റെ ഫോൺ എന്റെ 3 കട്ടായി. അതല്ലേ വേറെ ഇത് 2 കട്ട്. സോജ നമ്മുടെ പ്രൊഡക്ഷൻ ആണ്. അറൗണ്ട് ഒരു 1 lakh വരെ 1 lakh പ്ലസ് ഉണ്ട്. അത് ഫ്രണ്ടിൽ വെച്ച് നല്ല കല്യാണത്തിന് ഡ്രസ്സൊക്കെ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? ഫുൾ പ്ലാൻ അടുത്തൊന്നും ഉണ്ടാവും. പ്രതീക്ഷിക്കണ്ട. വേണ്ടേ വേണ്ട. ചുവപ്പിൽ തിളങ്ങി. എൻഗേജ്മെന്റ് ഡ്രസ് എടുക്കാൻ വന്നു ഇതല്ലേ? വേറെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ നല്ലോണം ചേരുന്നുണ്ട്. ക്ലോസപ്പ്
ഇവിടെ കൗണ്ടറിലേക്ക് ഉണ്ട്. ആ നല്ലത്. ാണ് ശരിക്കും ഒരു സുന്ദരി വന്നത്. ആ മിററിലേക്ക് നോക്കൂ, ജസ്റ്റ് മിററിലേക്ക് നോക്കൂ. ആ മിറർ ബാക്ക്. ആ ഓക്കെ. ആ മതി.